ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ നമ്മുടെ വെക്കേഷൻ കാലമൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്ക് ടു സ്കൂൾ വിശേഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സമയമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തെ കുറച്ച് പരിപാടികളൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേങ്കിൽ പെട്ടെന്ന് നമ്മളിത് കാണുമ്പോഴായിരിക്കും നമ്മൾ ഇതെടുത്ത് വെച്ചിട്ടില്ലല്ലോ അതെടുത്ത് വെച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു ടിപ്പിക്കൽ സംഭവം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ബുക്സൊക്കെ കവർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബുക്സൊക്കെ വാങ്ങിയിട്ട് കുറേ ദിവസമായി, മെയ് മാസം അവസാനം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മടി കാരണം നമ്മൾ 16-ാം തീയതിയാണ് ബുക്കൊക്കെ പൊതിയിട്ടിട്ടുണ്ടായത്. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായത് 17-ാം തീയതി ഇട്ടു. ശരിക്കും 17-ാം തീയതിയാണ് ലാസ്റ്റ് ഡേ ഓഫ് വെക്കേഷനായിട്ട് വരേണ്ടത്. പക്ഷേ നമ്മുടെ സ്കൂളിലെ റീവാലുവേഷൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് കൊമേഴ്സുകാർക്ക് നാളെ, കൊമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് നാളെയും ബയോ സയൻസുകാർക്കാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ബുക്ക് പൊതിയിടലും എല്ലാം കഴിഞ്ഞ പാടനെ നല്ല വിശപ്പ്. പിന്നെ ലഞ്ച് ടൈമുമായി അപ്പോഴത്തേക്ക് നമ്മൾ വേഗം നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ കൂട്ടി അങ്ങ് ലഞ്ച് സെറ്റാക്കി. പിന്നെ ഒരു കുട്ടി കഷ്ണം പ്ലം കേക്കും കഴിച്ചു. എന്നിട്ട് നമ്മുടെ ഫേവറേറ്റ് പരിപാടിയായിട്ടുള്ള ലേബിൾസ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ലേബിൾസാണ് മേടിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. അതാണ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും ഈ ബുക്കിന് ഇത് മതി, ആ ബുക്കിന് ഇത് മതി എന്നുള്ള രീതിയിൽ ആ ഒരു ചൈൽഡിഷ്നെസ് ഇനിയും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ടെക്സ്റ്റിനും നോട്ടിനും എല്ലാം കൂടെ ഞാനിങ്ങനെ ലേബിൾസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു. പിന്നെ ഏത് സബ്ജക്റ്റിൽ നിന്നുള്ളത് എഴുതിയിട്ടില്ല. അത് പിന്നെ സ്കൂളൊക്കെ തുറന്ന് അവർ പറയുമ്പോൾ ഓരോന്നായിട്ട് എഴുതാം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എല്ലാത്തിനും അൺറൂൾഡ് നോട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഇന്ന് നമ്മൾ മെയിനായിട്ട് പൗച്ച് പാക്കിങ് അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ പൗച്ചിൽ എന്തൊക്കെയാണോ ഉണ്ടാവുക അതന്നെയാണ് വെക്കുന്നത്. 2 പെന്ന് വെച്ചിട്ടുണ്ട്, 2 പെൻസിൽ വെച്ചിട്ടുണ്ട്, ഒരു സ്കെയിൽ, ഷാർപ്നർ, ഇറേസർ, പിന്നെ 2 ഹൈലൈറ്റേഴ്സ് വെച്ചിട്ടുണ്ട്, പിങ്ക് ആൻഡ് ഒരു ഫ്ലോറസെൻ്റ് യെല്ലോ പോലത്തെ കളർ. അപ്പോൾ അതൊക്കെ ഒരു ജസ്റ്റ് നമ്മുടെ ഇഷ്ടം, അതൊക്കെ തുടക്കത്തിൽ ആ ഒരു ത്വരയൊക്കെ ഉണ്ടാവും, പിന്നെ അടങ്ങിക്കോളും എന്നുള്ള രീതിയിൽ അതൊക്കെ വെച്ചു. പിന്നെ കൊമേഴ്സുകാർക്ക് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കാൽക്കുലേറ്റർ മേടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്തത്. അല്ലാതെ വിട്ടുപോയിട്ടല്ല. പിന്നെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററൊക്കെ സയൻസ് സ്റ്റുഡൻസിനൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുത്തു വെച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മുടെ സ്കൂൾ ബാഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സെയിം ബാഗ് തന്നെയാണ്. കാരണം അതിന് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വെറുതെ മാറ്റണ്ടല്ലോ, അതുകൊണ്ട് നല്ല സിബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കളറും പോയിട്ടൊന്നുമില്ല, പിന്നെ അത്ര പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പൊടി തട്ടി എടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചൊക്കെ കൊടുക്കുക. ഒരു ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തൊക്കെ വെച്ചിട്ട് ഒന്ന് തുടച്ചൊക്കെ കൊടുക്കുക. പിന്നെ ചോദിക്കാൻ വിട്ടുപോയി നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായോ ഇല്ലെങ്കിൽ ഫുൾ ബോറടി ആയിരുന്നോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയോ ഇല്ല പഴയ ഗ്യാങ് തന്നെയാണോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ മഴയിൽ നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകേണ്ട പോപ്പിക്കോട ആ സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഒരു ഷോർട്ട് നോട്ട് ബുക്ക് വെക്കുന്നുണ്ട്. അതായത് ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തുടക്കത്തിലൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഹോം വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ടു ഡു ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് റഫ് നോട്ട് യൂസ് ചെയ്താൽ മതി. എന്നാലും ഒരു രസത്തിന് അത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.